പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ലൂസി ദേവസി തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ്. എൻ്റെ ഭർത്താവ് മദ്യപാനവും പുകവലിയും തുടങ്ങിയിട്ട് 48 വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ 13 വർഷമായി മാംസം ഉപേക്ഷിച്ച് എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് നിത്യരക്ഷ പ്രാപിക്കാൻ, മദ്യവും പുകവലിയും എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി എൻ്റെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ ദൈവം ഇടപെട്ട്. ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ 13 വർഷമായി എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് പുകവലി ഉപേക്ഷിച്ച് മദ്യപാനം ഉപേക്ഷിച്ച് യേശുവിൻ്റെ ആളായി തീർന്നിട്ടേ ഇനി ഞാൻ ഇറച്ചി കഴിക്കുന്നുള്ളൂ, എനിക്ക് എൻ്റെ സുഖജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിതത്തിലൊരു സുഖം, ഒരു സന്തോഷം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് എന്നിട്ട് കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. 1 വർഷം പ്രാർത്ഥിച്ചു, ഉത്തരയില്ല. 2 വർഷം പ്രാർത്ഥിച്ചു, ഉത്തരയില്ല. 5 വർഷം കഴിഞ്ഞു, ഉത്തരയില്ല. 8 വർഷം കഴിഞ്ഞു, ഉത്തരയില്ല. എന്ന് ഉത്തരം കിട്ടുമെന്ന് അറിയാൻ പാടില്ല. 10 വർഷം കഴിഞ്ഞു, ഉത്തരയില്ല. ആ മകൾ നിരാശപ്പെട്ടില്ല. ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ എൻ്റെ ദൈവം 1 മണിക്കൂർ, 1 മിനിറ്റും 1 സെക്കൻഡും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ ദൈവം ഇടപെടാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുറപ്പോടെ ആ വിശ്വാസ പൈതൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 13 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ മൂലമറ്റം ബൈബിൾ കൺവെൻഷൻ വരികയാണ്. ആ കൺവെൻഷന് പോയി ഈ കാര്യം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആരാധനയുടെ സമയത്ത് യേശുവേ എൻ്റെ ഭർത്താവിനെ സ്പർശിക്കണമേ പൊട്ടിക്കരഞ്ഞപ്പോൾ ദൈവം ഇടപെടുന്ന അനുഭവം കൊടുത്തു. അന്ന് തൊട്ട് ജീവിത പങ്കാളിയുടെ മദ്യപാനവും പുകവലിയും വിട്ടുപോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഇന്നങ്ങ് പ്രാർത്ഥിച്ചു, കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. ഞാനങ്ങ് പ്രാർത്ഥിച്ചു, ഒരു ധ്യാനം കൂടി, അല്ലെങ്കിൽ 5 ധ്യാനം കൂടി, അല്ലെങ്കിൽ 10 ധ്യാനം കൂടി, അല്ലെങ്കിൽ 12 ധ്യാനം കൂടി, എന്നിട്ട് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല. എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ വിവാഹം നടന്നില്ല. എൻ്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ സ്ഥലം വിറ്റില്ല. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ഞാനും നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഞാനും നിങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ അതുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 6ഉം 7ഉം തിരുലിഖിതങ്ങൾ, 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ തലയിൽ നിന്ന് ഒരു തലമുടി കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴണമെങ്കിൽ അതിനു മുമ്പ് പിതാവായ ദൈവം അതിനൊരു അംഗീകാരം കൊടുക്കണം. പിതാവായ ദൈവം ഓക്കെ എന്നൊരു അംഗീകാരം കൊടുത്താലാണ് ഒരു തലമുടി പൊഴിഞ്ഞ് താഴ്ത്തിക്ക് ഇങ്ങോട്ട് വീഴുള്ളൂ. അതുമാതിരി എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗസ്ഥനായ പിതാവിന് ചിന്തയുണ്ട്. നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും എൻ്റെയും നിങ്ങളുടെയും സ്വർഗസ്ഥനായ പിതാവ് നിശ്ചയങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിങ്ങൾ കുടുംബത്തിന് തകർച്ചൊരു കണ്ണുനീര് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രശ്നത്തിൻ്റെ മേൽ, ആ ദുഃഖത്തിൻ്റെ മേൽ ആ ഒരു കണ്ണുനീര് എനിക്ക് നിങ്ങൾക്കും ആനന്ദ നൃത്തമായി മാറാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് ഇടപെടാൻ 1 മണിക്കൂറും 1 മിനിറ്റും 1 സെക്കൻഡും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് പ്രീതി, ഹൈദരാബാദിലാണ് വീട്. എൻ്റെ മകൻ ജോയി ജനിച്ച് 4 മാസമായപ്പോൾ മുതൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞ് സ്കിൻ അലർജി വന്നു. ഇപ്പോൾ അവന് 7.5 വയസ്സായി. വളരെയധികം ചികിത്സകളും മറ്റും നടത്തി, എന്നാൽ ഒരാശ്വാസവും കിട്ടിയില്ല. ഈ കഴിഞ്ഞ സ്കൂൾ വർഷം നവംബർ മുതൽ മാർച്ച് വരെ അവന് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത വിധം രാത്രിയും പകലും ചൊറിച്ചിൽ മൂലം അവൻ കഷ്ടപ്പെടുകയായിരുന്നു. ദേഹത്തും കൈകാലുകളിലും മുഖത്തും കൈവിരലുകൾക്കിടയിലും കുരുക്കൾ പോലെ വന്ന് പഴുത്ത് പൊട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവൻ്റെ സഹനം ഞങ്ങളെ വളരെയധികം ദുഃഖിപ്പിച്ചു. ഞങ്ങൾ നിരാശരായിരുന്നു. കുടുംബത്തിൽ ആർക്കും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഭർത്താവ് സെഹിയോനിൽ വന്ന് ധ്യാനം കൂടി. അവിടെ പോയാൽ എൻ്റെ മകൻ്റെ രോഗം തീർച്ചയായും ഭേദപ്പെടുമെന്നുള്ള വിശ്വാസം കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം നിറഞ്ഞു. ദൈവകൃപയാൽ മാർച്ച് 9 മുതൽ 16 വരെ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് കുടുംബം ഒന്നിച്ച് മകനെയും കൂട്ടി ഞങ്ങൾ ധ്യാനം കൂടി. അവൻ്റെ സ്ഥിതി കണ്ട അച്ഛൻ അവൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട,
ഇവന് ആശ്വാസം കിട്ടും. അവനെ കണ്ട സിസ്റ്റർമാരും മറ്റ് വൈദികരും കൗൺസിലേഴ്സും അവന് വേണ്ടി തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക, അവർ ഞങ്ങളോട് പറഞ്ഞു. ധ്യാനത്തിൻ്റെ അവസാന ദിവസം രാവിലെ നോക്കുമ്പോൾ മോൻ്റെ 2 കാലും നീര് വെച്ച് പഴുത്ത് പൊട്ടി രക്തവും ചലവും ഒഴുകാൻ തുടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കടുത്ത പനിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ തീർത്തും ദുഃഖിതരായി. എങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങളെ കൈവിടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. ഹൈദരാബാദിൽ നിന്ന് എൻ്റെ മോൻ സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷയോടെ ശരീരം മുഴുവൻ പഴുത്ത് പൊട്ടിയിരിക്കുന്ന കുട്ടിയുമായി യാത്ര ചെയ്ത് ഇവിടെ വന്ന് ധ്യാനം കൂടി. 5 ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് 5-ാം ദിവസം രാവിലെ നോക്കുമ്പോൾ പണ്ടത്തേക്കാൾ കൂടുതൽ പൂർവാധികം പഴുപ്പും ചലവും നീരും കൂടാതെ കഠിനമായ പനിയും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ധ്യാനത്തിൽ കൂടി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി വന്നു. പക്ഷെ ധ്യാനം കഴിഞ്ഞപ്പോൾ രോഗം കൂടുതൽ മൂർച്ഛിച്ച ഒരവസ്ഥ അവർ കാണുകയാണ്. പക്ഷെ അവർ രേഖപ്പെടുത്തുകയാണ്, എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഞങ്ങളെ കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച് ധൈര്യമായി പോകുക എന്ന് പറഞ്ഞു. നടക്കാൻ പോലും സാധിക്കാത്തതിനാൽ അവനെ ഞങ്ങൾ കൈകളിൽ എടുത്തുകൊണ്ടാണ് തിരിച്ചു പോന്നത്. എന്നാൽ ഹൈദരാബാദിലെത്തിയ ശേഷം ഓരോ ദിവസവും കഴിയും തോറും ദൈവം അവനെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവൻ്റെ ഉറക്കമില്ലായ്മ, ചൊറിച്ചിൽ, ശരീരം പൊട്ടി ഒഴുകുന്ന അവസ്ഥകൾ പെട്ടെന്ന് മാറ്റം വരാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ സാധാരണ ഒരു കുട്ടിയെ പോലെ രാത്രി സുഖമായി കടന്നുറങ്ങി. ഒരു ചൊറിച്ചിലും രാത്രിയിൽ അവൻ അലട്ടിയില്ല. 3 ഇരട്ടി ഡോസുള്ള മരുന്ന് കൊടുത്തിട്ട് പോലും ഉറങ്ങാതെ രാത്രി മുഴുവൻ അവൻ അലറി വിളിച്ച് നടന്നിരുന്നവൻ യാതൊരു മരുന്നും കൊടുക്കാതെ സുഖമായി കടന്നുറങ്ങാൻ തുടങ്ങി. പിറ്റേ ആഴ്ചയിലെ ഈസ്റ്റർ ദിവ്യബലിയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദികർ കാസയും പീലാസയും കൈകളിലെടുത്ത് ഉയർത്തി പിതാവിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിച്ച് ദിവ്യശരീരവും രക്തവും സമർപ്പിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ബോധ്യം കിട്ടി. ഞാൻ എൻ്റെ മകൻ്റെ അവസ്ഥകളെ കൂടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ മകൻ്റെ ശരീരത്തിൽ വീണ്ടും വലിയ വ്യത്യാസം വന്നു. അതുവരെ ചുളിഞ്ഞ് പൊട്ടിയിരുന്ന അവൻ്റെ മുഖത്ത് പുതിയ ചർമ്മം വന്ന് നിറഞ്ഞു. അവൻ്റെ മുഖം മനോഹരമായി തീർന്നു. പിറ്റേന്ന് മുതൽ അയൽവാസികളും സഹപ്രവർത്തകരും അവനെ കാണുമ്പോൾ അവിശ്വസിക്കാൻ പറ്റാത്ത വിധം ഇവൻ പഴയ കുട്ടി തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. 5 മാസത്തിന് ശേഷം അവൻ്റെ സർവ്വ രോഗങ്ങളും മാറി. ഇന്ന് അവൻ ഓടിച്ചാടി സ്കൂളിൽ പോകുന്നു, ഓടിച്ചാടി കളിക്കുന്നു, കൂട്ടുകാരുടെ കൂടെ പോകുന്നു. എല്ലാ സാധാരണ കുട്ടികളെ പോലെയായി തീർന്നു. സെഗിയോനിൽ ധ്യാനം കൂടിയ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായില്ലെങ്കിലും ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കാലുകുത്തി അപ്പം മുതൽ വലിയ അത്ഭുതങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഞങ്ങൾ ബോധ്യപ്പെടുന്നു. യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക. അവരുടെ പ്രതീക്ഷ, അവരുടെ ചിന്ത ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ധ്യാനം കൂടുമ്പോൾ അപ്പോൾ തന്നെ സൗഖ്യം കിട്ടുമെന്നായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു. ഇവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ മണിക്കൂർ, ഓരോ മിനിറ്റുകൾ, ഓരോ സെക്കൻഡുകളും അത്ഭുതത്തിൻ്റെതാക്കി ദൈവം അങ്ങോട്ട് മാറ്റി. 5 മാസത്തിനുള്ളിൽ കുട്ടി സാധാരണ നോർമൽ. പിന്നെ മെഡിക്കേഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല, പിന്നെ വൈദ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല, പിന്നെ ഹോസ്പിറ്റലുകളിലൂടെ ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഇതാ 5 മാസത്തിൽ അവൻ സാധാരണ കുട്ടിയെ പോലെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉറക്കവും ആരോഗ്യം എല്ലാം ദൈവം അവന് പുനഃസ്ഥാപിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു നിശ്ചയമുണ്ട്. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചിലർ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവാസം എടുക്കുന്നുണ്ട്, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം ധ്യാനം കൂടിയിട്ട് 10-30 വർഷമായി ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു അനുഭവം ഇല്ലല്ലോ, എനിക്കൊരു അനുഭവം കിട്ടുന്നില്ലല്ലോ. അനുഭവത്തിന് വേണ്ടി തത്രപ്പെടണ്ട. ദൈവം തരാൻ നിശ്ചയിച്ച് ദൈവം മുടക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിച്ചു, ഒരു അനുഭവം കിട്ടിയില്ല, നിരാശപ്പെടരുത്. ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കണം. പരിഭ്രമിക്കരുത്. പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 5-ാം വാക്യം, നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക, കർത്താവിൽ
വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. നീ അത് വിട്ടുകൊടുക്ക്, നീ ടെൻഷൻ പിടിക്കാതിരിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. സങ്കീർത്തന പുസ്തകത്തിൽ 37 അധ്യായത്തിലെ 6 തിരുലിഖിതം, അവിടുന്ന് പകല് പോലെ നിനക്ക് നീതി നടത്തി തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശം അവിടുന്ന് സ്ഥാപിച്ചു തരും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. മനസ്സ് മടുത്തിരിക്കുന്നവർ, മരവിച്ചിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, പിന്മാറ്റത്തിൻ്റെ ബാധ പീഡിപ്പിക്കുന്നവർ, ഇപ്പോൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, അത്ഭുതത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. ഓ ദൈവമേ, പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ബലിയർപ്പിക്കുന്നവർ, ദേവാലയങ്ങളിലേക്ക് പോകുന്നവർ, തീർത്ഥാടനം നടത്തുന്നവർ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ, ആത്മീയ വഴികളിലൂടെ നടക്കുന്നവർ, എന്നിട്ട് മടുത്തുപോയവർ, എന്നിട്ട് മന്ദത ബാധിച്ചവർ, എന്നിട്ട് തളർന്നു പോയവർ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. Lord Jesus. വിജയം വരിക്കുന്നവന് ഞാൻ ജീവന്റെ കിരീടം നൽകും. വെളിപാട് പുസ്തകത്തിലെ ഉന്നതമായ ഒരു വാഗ്ദാനമാണത്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. വിശ്വാസത്തെ മുറുകെ പിടിക്കാനും വിശ്വാസത്തിന് വേണ്ടി വരുന്ന എല്ലാ കഷ്ടതകളും, ടെൻഷനും, സങ്കീർണതകളും, മനപ്രയാസങ്ങളും വലിയ ആവേശത്തോടെ ഏറ്റെടുക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, ഉന്നതാഭിഷേകം വ്യാപരിക്കട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, ദൈവകൃപ കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. രോഗപീഠകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചികതകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കലഹത്തിൻ്റെ അരിവുകളെ യേശു നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മരവിപ്പ്, മന്ദത, ദേവാലയത്തിൽ പോകാൻ താല്പര്യമില്ലായ്മ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള വിമുഖത യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, Lord Jesus.